നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഓരോരോ ജില്ലക്കാരുടെ സ്ലാങ്ങിൻ്റെ വീഡിയോ കേട്ടിട്ടുണ്ടാവും. തൃശ്ശൂർ, പത്തനംതിട്ട, കന്യാകുമാരി ഒരു പ്രത്യേക സ്ലാങ് ആണ്. അതുപോലെ പാലക്കാട് ഒരു പ്രത്യേക സ്ലാങ് ആണ്. ഈ പാലക്കാട്ടിൽ തന്നെ റാവുത്തർ ഭാഷ എന്നൊരു ഭാഷയുണ്ട്. അവരിൻ്റെ ഭാഷ എങ്ങനെ അറിയാം? അവർ ചെയ്യുന്ന ബിസിനസ് ഇപ്പം എങ്ങനെ പോകുന്നു ചോദിച്ചാൽ അവർ എന്ത് മറുപടി പറയാൻ അറിയോ? இந்த விஷம் மாங்காலே ஒண்ணுமே கிடைக்கல, ஒன்னும் லாபமே இல்ல, மருந்தடிச்ச காசு கூடி கிடைக்கல, என்ன செய்யறதுல അപ്പൊ അപ്പടിയായി പോച്ച് പറയും. പക്ഷെ കോടികളുടെ ആസ്തി ആയിരിക്കും വീട്ടില്. എവിടേക്കാ പോണെന്ന് ചോദിച്ചാൽ അവർ എന്താ പറയോ? ദാ വിട്ട് അങ്ങിട്ട് പോയിട്ട് വരണ്ടിയാ. അളിയന്മാര് വീട്ടിലേക്ക് വരും. അപ്പോ ഈ ചേച്ചി അനിയന്റെ അടുത്ത് പറയാണ്, ചുമ്മാ ചുമ്മാ അഴുകാതെട്ടിയാ, മച്ചാൻ പറട്ടോ ഉനക്ക് മുട്ടായി വാങ്ങത്തെ കാശ് വാങ്ങി തരേന്ന്. പക്ഷെ ഈ അളിയോ അവിടെ നിന്ന് വരുന്നതേ കടം വാങ്ങിയിട്ട് വഴിയില്ല. പറഞ്ഞതല്ലേ അളി എങ്ങനെയെങ്കിലും പൈസ കൊടുക്കും. ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വന്ന് അവരെന്താ പറയാ അറിയോ? ഇന്നൊക്കെ നമ്മ വീട്ടിലെ സ്വന്തക്കാർ പറഞ്ഞുണ്ടോ, ചെച്ചാവും കാലാമാവും കുപ്പാമാവും വരുമ്പോ അത് മുട്ടായി വാങ്ങിട്ട് വരെ ചൊല്ലിട്ടിയാ. എത്ര വിലയാന്ന് ചോദിക്കുന്നത് എങ്ങനെ അറിയോ? എമ്പിട്ട് വില, ഇമ്പിട്ടെല്ലാം ഉണ്ടാ. അമ്മോ ഉമ്പിട്ട വില കൊഞ്ചം ഓവറാ കിട്ടിങ്ങളാ. അതുപോലെ ഒരാൾ പെട്ടെന്ന് മരിച്ചു വെച്ച അവരെന്താ പറയാ അറിയോ? എപ്പടി കിടക്കുന്നത് പറയുമ്പോ ചിരിച്ച മുഖത്തോടെ കിടക്കുന്നത് എപ്പടിയില്ല. അന്ത കാച്ചാത്തിലേ കുമ്പളങ്കാവോട്ട് ആട്ടട തുണ്ട് എലുമ്പെല്ലാം പോയിട്ട് വച്ചുക്കോ, നല്ല സൂപ്പറായി കിട്ടിയാ. മറക്കാമ വാ വന്ന് ചാപ്പിട്ട് പോയിട്ട് പോട്ടിയാ. അതുപോലെ ഈ മുമ്പിലൊന്നും വേസ്റ്റ് ഇടണ്ടെന്ന് പറയവര്, റൗത്തർമാര് പറയും. അതെങ്ങനെ പറയാ? ദേ മുന്നാലെ വേസ്റ്റ് കൊണ്ട് കൊട്ടാതടാ, അത്ത വന്നാ തിണ്ടുപോടുന്ന്. തിണ്ടുപോടും പറഞ്ഞാൽ ചീത്ത പറയാണ്. ഇത് തമിഴും അല്ല മലയാളവും അല്ല, ഒരു പ്രത്യേക ടൈപ്പ് സ്ലാങ് ആണ് ഈ പാലക്കാട് റൗത്തർ സ്ലാങ്. ശരി ഇട്ടിങ്ങളാ, இந்த வீடியோ உங்களுக்கு பிடிச்சிருந்தா லைக் ചെയ്യുங்கோ. അടുത്ത ഇതേപോലെ പാലക്കാട് സ്ലാങ്ങിൽ അടുത്ത വീഡിയോ ചെയ്തേ. എത്ര ലൈക്ക് വരുത്തുമോ അത് പാക്കട്ടെ ഇട്ടിങ്ങളാ, എന്നാ മറക്കരുത്. ഓക്കെ, പാലക്കാട് റൗത്തർ സ്ലാങ് പാർട്ട് 2. അങ്ങനെ കുറെ ആൾക്കാർ മെസ്സേജ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് 2 ചെയ്യുമോന്ന്. ചോദിച്ചത് എല്ലാ റൗത്തർമാരാണ്, അവർക്ക് വേണ്ടിയാണ് പാർട്ട് 2. ഇതാ റൗത്തർമാരോടെ എന്താ നിന്റെ മോന് പെണ്ണ് കിട്ടിയാന്ന് ചോദിച്ചാൽ അവർ എന്താ പറയാറിയോ? എങ്കണ്ട് ഇപ്പൊ പൊണ്ണ് കിടക്കിയത് പൊണ്ണുകൾക്കെല്ലാം ഭയങ്കര പവറാക്കും. പഠിച്ച പയനതാ വേണമാമ്മ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥം താ വേണം ചൊല്ലി നടക്കറാങ്കോ. എന്റെ മകനോ ആട്ടോല കായ്കറി വിൽക്കறது എപ്പടി കൊടുക്കുവാങ്കോ. അപ്പൊ അയാൾ പറയും, ഓപ്പോസിറ്റ് ഉള്ള ആള് പറയും, അതുക്കെല്ലാം ഒരു മാലയോഗം ഉണ്ട്, അത് വരുമ്പോ ശരിയാ നടക്കും ഇട്ടിങ്ങളാ, നീങ്ക ഒന്നും സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാകും ഇട്ടിങ്ങളാ. അങ്ങനെ ആ ചെക്കനെ പെണ്ണ് കിട്ടി വെച്ചോളെ. അപ്പൊ ഇവര് ചോദിക്കും പെണ്ണ് എങ്ങനെയുണ്ട് ചോദിച്ചാൽ ഇവരെന്ത് പറയോ? പൊള്ളയില്ലേ കുത്തിവെച്ച പോലെ ഉണ്ടോ, ചീട്ടുകെട്ട് പോലെ ചിക്കനും ഉണ്ടോ, എല്ലാത്തിനും പിടിച്ചത് പോനങ്ങളെല്ലാം പിടിച്ചത്, ഞങ്ങൾ അപ്പത്തെ പൂ വെച്ചിട്ട് വന്നോട്ടിങ്ങളാ, ഞാൻ കല്യാണത്തേക്ക് കൂട്ടി ചൊല്ലേ വാങ്ങോ, എല്ലാരും മറന്നോട്ടിങ്ങളാ എന്ന് പറയും. എന്നിട്ട് കല്യാണം കഴിയും. ഒരു 2 ദിവസം കഴിഞ്ഞ പിന്നെ ഈ മരുമകളെ കാണാൻ വേണ്ടി അയാൾ ഓപ്പോസിറ്റ് ടീംകാർ കാണാൻ പോകും. അപ്പൊ ഇവരെന്ത് പറയാ? അവര് ചോദിക്കും, നമ്മുടെ മരുമക ഇപ്പൊ എന്നെ ചെയ്ത് എപ്പടി ഇരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ഇവരെന്ത് പറയാ അറിയോ? മരുമക വേണ്ടി ചൊല്ലാതിങ്കോ, അത് മകളാക്കും, ഞങ്ങ മകളെ പോലെയാക്ക് പാക്കരുത്, നല്ല പുള്ള, നല്ല വേലയെല്ലാം ചെയ്ത് ചൊടുപ്പുള്ള പുള്ള, എന്നെ വച്ചാല് നല്ല ചൊടുപ്പ വയ്ക്കുന്നുണ്ടോ പറയും. ചൊടുപ്പ പറഞ്ഞാൽ നാക്കിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാണ്. പക്ഷെ അതേ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ എന്താ പറയാ അറിയോ? എന്താ മരുമകൾക്ക് വിശേഷമെല്ലാം ഉണ്ടാന്ന് ചോദിക്കും. അതായത് കൺസീവ് ആയെന്ന് ചോദിക്കുകയാണ്. അത് പുള്ള പഠിക്കരുതാക്കുമേ, അതുകൊണ്ട് ഇപ്പൊ പുള്ള കുട്ടി കൊണ്ട് വാണ്ടാനോ ചൊന്നാങ്കോ, അതുകൊണ്ട് ഇപ്പൊ ഒന്നുമില്ലേ എന്ന് പറയും. ഇന്നത്തെ ചെയ്ത് എന്റെ മകനുണ്ട്, അവങ്ങളുടെ പുള്ളിയുടെ പേച്ചും കേട്ട് അവൻ പിന്നാടിയേ പോറാ, ഒന്നും ചൊല്ലക്ക് വഴിയില്ല, എല്ലാം എന്നമോ ആകട്ടോ, എന്നെ ചെയ്യരുതില്ല. അപ്പൊ ഞാൻ ഇതൊന്നും കളിയാക്കി പറഞ്ഞല്ലോ, ഇത് സ്ഥിരം സംസാരിക്കുന്ന ഞങ്ങൾ സ്ലാങ് ആണ്. അതുകൊണ്ട് എന്നോട് 2ാമത്തെ വീഡിയോ ചോദിച്ചത് ആരാ അറിയാം? ഈ റൗത്തർകാരാണ് 2ാമത്തെ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചത്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇനി പാർട്ട് 3 വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ.